ഇന്ന് രാവിലെ മുതൽ പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നത് സത്യഭാമയാണ്. സത്യഭാമയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് കേരളം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് കലാമണ്ഡലം സത്യഭാമയുടെ വാചകങ്ങൾ കേരളത്തിന് മുന്നിലേക്ക് വന്നു വീഴുന്നത്. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണ്, മോഹിനിയാട്ടത്തിന് ചേരാത്ത ആകാരമാണ്, ഇങ്ങനെയൊക്കെ പോകുന്നു അധിക്ഷേപങ്ങൾ. അവർ ആദ്യം പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇതിനെ കണ്ടു കഴിഞ്ഞാലല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞത് വിവാദമായി. എന്നിട്ടും ആ പറഞ്ഞതിൽ ഒരു വരി പോലും തിരുത്താൻ സത്യഭാമ തയ്യാറായില്ല. ന്യായീകരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നു. സത്യഭാമ കേരളത്തിന്റെ ശാപമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഞാൻ ഒരു വ്യക്തിയുടെ പേരോ ഒരു ജാതിയോ മതമോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞത്. പല യൂണിവേഴ്സിറ്റി തലങ്ങളിലും അല്ലെങ്കിൽ ഗാന്ധിജി, കാലിക്കറ്റ്, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ ഇരുന്നിട്ടുണ്ട്, ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവർ നമുക്കൊരു പേപ്പർ തരുന്നു മാർക്കിടാൻ. ഈ മാർക്ക് അതിനകത്ത് ഫസ്റ്റ് കോളം കുട്ടിയുടെ സൗന്ദര്യം, അടുത്ത കോളം കുട്ടിയുടെ സ്റ്റെപ്സുകൾ, അടവുകളുടെ ശുദ്ധത, അടുത്ത കോളം കുട്ടിയുടെ അഭിനയം. അപ്പോൾ ഈ സൗന്ദര്യം എന്തിനാ വെച്ചേക്കണം? തീർച്ചയായിട്ടും ഇതൊരു നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരോടും കറുത്ത കലാകാരന്മാരോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവഗണന തന്നെയാണ് ഇവരുടെ ഭാഗത്തുനിന്നത്. നമുക്കറിയാം, ഈ കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി അതൊരു ജാതിയുടെ ഭാഗമായിട്ട് തന്നെ സംസാരിക്കുന്നതാണ്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക രംഗത്തിന് ഒരു ശാപമാണ് ഈ വാക്കുകൾ. ഡോക്ടർ RLV രാമകൃഷ്ണൻ എന്ന കലാകാരനെ അപമാനിച്ച സത്യഭാമയ്ക്കെതിരെ വലിയ രീതിയിലാണ് ജനരോഷം ഉയരുന്നത്. സത്യഭാമയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധവും നമ്മൾ കണ്ടു തുടങ്ങി. നിറവും നൃത്തവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി കരുതുന്നില്ലെന്ന് പ്രശസ്ത നർത്തകി ഷൈജ ബിനീഷ് പറഞ്ഞു. കലയെ നിർണ്ണയിക്കേണ്ടത് കറുപ്പും വെളുപ്പുമല്ലെന്നും നാട്യശാസ്ത്രത്തിൽ നർത്തകീ ലക്ഷണങ്ങളിൽ കറുപ്പും വെളുപ്പും പറഞ്ഞിട്ടില്ലെന്നും ഷൈജ ബിനീഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നാട്യശാസ്ത്ര പ്രകാരമുള്ള നർത്തകീ ലക്ഷണമുണ്ട്. നർത്തകീ ലക്ഷണത്തിൽ ഒരിക്കലും കറുത്തത് അല്ലെങ്കിൽ വെളുത്തതൊന്നും പറയുന്നില്ല. നല്ല നിറമുള്ള ഒരാൾ ചിലപ്പോൾ നല്ലൊരു നർത്തകനാവണം എന്നില്ല, അല്ലെങ്കിൽ നർത്തകി ആവണം എന്നില്ല. ചിലപ്പം നിറം കുറഞ്ഞ ഒരാളായിരിക്കും ഏറ്റവും നന്നായി നൃത്തം ചെയ്യുന്ന ഒരാൾ. നമ്മുടെ കഴിവ് വെച്ചിട്ടാണ് നമ്മൾ വളരേണ്ടത്, അല്ലാണ്ട് കളർ വെച്ചിട്ടല്ല. കഴിവാണ് പ്രധാനം, കളറല്ല എന്ന് ഷൈജ പറയുന്നു. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വന്നാൽ സത്യഭാമ പറഞ്ഞ കാര്യത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് എന്താണ് പറയാനുള്ളത്? കാരണം ഏത് നിറമായാലും കൃത്യമായ രീതിയിൽ ആ ചമയ ഒരുക്കം കഴിയുമ്പോൾ മാത്രമാണ് മോഹിനിയാട്ടത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് അവർ മാറുന്നത്. അതിൽ നിറമൊന്നും ഒരു കാര്യമേയല്ല. കോട്ടയത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന സുരേഷ് മാസ്റ്റർ പറയുന്നത് കേൾക്കാം. കോളേജിൻ്റെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ എനിക്ക് വളരെയധികം പ്രതിഷേധമുണ്ട്. ആ കല പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരു കറുത്ത കുട്ടി വന്നു കഴിഞ്ഞാൽ ടീച്ചർ പഠിപ്പിക്കില്ലേ? ക്ഷമിക്കണം, നമുക്ക് മാസ്റ്ററുടെ പ്രതികരണത്തിലേക്ക് വരാം. അതിനു മുൻപ് കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശങ്ങൾ തികച്ചും ദൗർഭാഗ്യകരമാണെന്ന് പ്രശസ്ത മോഹിനിയാട്ടം കലാകാരി വിനീത നെടുങ്ങാടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. നൃത്തത്തിന്റെ സൗന്ദര്യം ഒരിക്കലും കലാകാരന്റെ നിറത്തിലല്ല ആസ്വദിക്കപ്പെടുന്നതെന്നും മോഹിനിയാട്ടം ഒരു നൃത്ത ഭാഷയാണെന്നും അതിൽ ലിംഗവ്യത്യാസമില്ലെന്നും വിനീത നെടുങ്ങാടി പറഞ്ഞു. തികച്ചും ദൗർഭാഗ്യകരമായ ഒരു പരാമർശമായി പോയി. അത് നിറവും സൗന്ദര്യം ഇതൊക്കെ നമുക്ക് നൃത്തം ചെയ്തുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ബാഹ്യമായിട്ടുള്ള തൊലി വെളുപ്പ് അല്ലെങ്കിൽ തൊലിയുടെ കറുപ്പോ അല്ല ഇതൊന്നും നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് മനോഹരമായിട്ട് നൃത്തം ചെയ്യൂ, ആസ്വദിച്ച് നൃത്തം ചെയ്യൂ. ഒരിക്കലുമില്ല, ഇതൊരു നൃത്ത ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് എന്തിനാണ് ലിംഗവ്യത്യാസം? സത്യഭാമ എന്ന കലാകാരി, അവരുടെ കലയെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, കലയെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ അവർ പറഞ്ഞ വാക്കുകളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മലയാളിക്ക്. കാരണം മലയാളിയുടെ ഒരു പൊതുബോധം അങ്ങനെയാണ്. അത് സത്യഭാമ എന്ന കലാകാരി ഇനിയെങ്കിലും തിരിച്ചറിയണം. നിറം കൊണ്ടല്ല, കഴിവുകൊണ്ടാണ് ഓരോരുത്തരും ആദരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡോക്ടർ RLV രാമകൃഷ്ണൻ എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നേരിട്ട് സത്യഭാമ എന്ന കലാകാരിക്കും ബോധ്യപ്പെടുന്നതായിരിക്കും. കാണാൻ പോവുക എന്നതിന് തുടക്കം ഇതിനകം തന്നെ നമ്മൾ RLV രാമകൃഷ്ണൻ
ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകരണങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ തുടരുമെന്നുള്ളത് ഉറപ്പാണ്. പറഞ്ഞ വാക്ക് തിരുത്താതെ പറഞ്ഞതിനപ്പുറം വീണ്ടും വീണ്ടും പറയുന്ന സത്യഭാമ എന്ന കലാകാരിയോട് എന്താണ് പറയേണ്ടത്? തിരുത്താൻ തയ്യാറാകൂ. തെറ്റുപറ്റിയെങ്കിൽ തിരുത്തുക എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പ്രശ്നമൊന്നുമല്ല.